ഗുജറാത്തിലെ വഡോദരയിൽ നിശബ്ദമായി ചരിത്രം രചിക്കുകയാണ് ഇന്ത്യ. ടാറ്റയും എയർബസും ചേർന്ന് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മെയ്ഡ് ഇൻ ഇന്ത്യ എയർബസ് C295 സൈനിക ട്രാൻസ്പോർട്ട് വിമാനം പരീക്ഷണ പറക്കലിനൊരുങ്ങിയെന്ന വാർത്ത വെറുമൊരു വ്യോമയാന അപ്ഡേറ്റ് മാത്രമല്ല, ഇന്ത്യയുടെ പ്രതിരോധ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഏറ്റവും വലിയ ചുവടുവയ്പ്പുകളിൽ ഒന്നാണത്. വർഷങ്ങളോളം വിദേശ രാജ്യങ്ങളിൽ നിന്നും സൈനിക ഉപകരണങ്ങളും വിമാനങ്ങളും വാങ്ങി ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ സ്വന്തം മണ്ണിൽ ആധുനിക സൈനിക വിമാനം നിർമ്മിക്കുന്ന ശേഷിയിലേക്ക് ഉയർന്നിരിക്കുകയാണ്. അതിലും പ്രധാനമായി ഇത്ര വലിയ തോതിൽ ഒരു സൈനിക വിമാനം നിർമ്മിക്കുന്നത് ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനിയാണെന്നതാണ് ഈ നേട്ടത്തെ ചരിത്രപരമാക്കുന്നത്. ഈ C295 വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ പഴക്കം ചെന്ന അവറോ HS748 വിമാനങ്ങൾക്ക് പകരക്കാരനായി എത്തുകയാണ്. പതിറ്റാണ്ടുകളായി സേവനത്തിലുണ്ടായിരുന്ന അവറോ വിമാനങ്ങൾ ഇന്ന് സാങ്കേതികപരമായി പിന്നോക്കം നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ ആധുനികവും ശക്തവുമായ ഒരു ട്രാൻസ്പോർട്ട് പ്ലാറ്റ്ഫോം അനിവാര്യമായത്. അതിന്റെ മറുപടിയായിട്ടാണ് എയർബസിന്റെ C295 തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെറും വിമാനം വാങ്ങുന്നതിലല്ല, മറിച്ച് ഇന്ത്യക്ക് തന്നെ വിമാന നിർമ്മാണ ശേഷി കൈമാറുന്നതിലായിരുന്നു. അതുകൊണ്ടാണ് ഈ കരാർ ഇന്ത്യൻ പ്രതിരോധ മേഖലയെ മാറ്റിമറിക്കുന്ന ഒരു തന്ത്രപരമായ നീക്കമായി വിലയിരുത്തപ്പെടുന്നത്. C295 ഒരു സാധാരണ ഗതാഗത വിമാനമല്ല. സൈനികരെ അതിർത്തി പ്രദേശങ്ങളിലേക്ക് വേഗത്തിൽ എത്തിക്കുക, ആയുധങ്ങളും വാഹനങ്ങളും ഉൾപ്പെടെയുള്ള ചരക്ക് കൊണ്ടുപോവുക, ദുരന്ത നിവാരണ ദൗത്യങ്ങൾ നടത്തുക, മെഡിക്കൽ എവാക്വേഷൻ മിഷനുകൾക്ക് ഉപയോഗിക്കുക, പാരാട്രൂപ്പന്മാരെ ഇറക്കുക തുടങ്ങി നിരവധി ചുമതലകൾ ഒരേ സമയം നിർവഹിക്കാൻ കഴിയുന്ന മൾട്ടി റോൾ ടാക്ടിക്കൽ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആണിത്. 71 സൈനികരെയോ 50 പാരാട്രൂപ്പന്മാരെയോ ഒരേ സമയം കൊണ്ടുപോകാനുള്ള ശേഷിയുള്ള ഈ വിമാനം ചെറിയതും ഭാഗികമായി മാത്രം തയ്യാറാക്കിയതുമായ റൺവേകളിൽ നിന്നും പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ്. അതാണ് ഇന്ത്യ പോലൊരു രാജ്യത്തെ ഈ വിമാനത്തെ അതീവ പ്രാധാന്യമുള്ളതാക്കുന്നത്. ഇതുവരെ ഇന്ത്യയിലെ സൈനിക വിമാന നിർമ്മാണ രംഗം പ്രധാനമായും സർക്കാർ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ C295 പദ്ധതിയിലൂടെ സ്വകാര്യ മേഖലയ്ക്കും വൻതോതിലുള്ള സൈനിക നിർമ്മാണ രംഗത്തേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ പ്രതിരോധ മേഖലയുടെ ഘടന തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള സംഭവ വികാസമാണ്. കാരണം ഒരു വിമാനം എന്നതിലുപരി അതിനെ ചുറ്റിപ്പറ്റിയ ഒരു വലിയ ആഭ്യന്തര വ്യവസായ ശൃംഖലയാണ് വളരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ 13,000-ലധികം വിമാനഭാഗങ്ങൾ ആഭ്യന്തരമായി നിർമ്മിക്കപ്പെടും. നിരവധി MSMEകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ വിതരണക്കാർ എന്നിവർ ഇതിനകം ഈ സപ്ലൈ ചെയിനിന്റെ ഭാഗമായി കഴിഞ്ഞു. ഡാറ്റയുടെ നാഗ്പൂർ പ്ലാന്റിൽ വിമാനത്തിന്റെ എയർ ഫ്രെയിമിന്റെ ഏകദേശം 80% വരെ നിർമ്മിക്കപ്പെട്ടിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിലൂടെ ഇന്ത്യക്ക് വെറും അസംബ്ലി കഴിവ് മാത്രമല്ല, ഭാവിയിൽ സമ്പൂർണ്ണ വിമാന നിർമ്മാണ സാങ്കേതിക വിദ്യ കൈവരിക്കാനുള്ള അടിത്തറയും ലഭിക്കുന്നു. ഇന്ത്യൻ സർക്കാർ ഏറെ പ്രാമുഖ്യം നൽകുന്ന ആത്മനിർഭർ ഭാരത് ദൗത്യത്തിന്റെ ഏറ്റവും ശക്തമായ ഉദാഹരണങ്ങളിലൊന്നായി C295 പദ്ധതി മാറിയിരിക്കുകയാണ്. ഇതുവരെ വലിയ പ്രതിരോധ പ്ലാറ്റ്ഫോമുകൾക്കായി വിദേശ കമ്പനികളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇപ്പോൾ സാങ്കേതിക വിദ്യ കൈവരിച്ച് സ്വന്തം വ്യവസായ ശൃംഖല വളർത്തുന്ന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിമാനം ഒരു സൈനിക ഉപകരണം മാത്രമല്ല, ഇന്ത്യയുടെ വ്യവസായ സ്വാഭിമാനത്തിന്റെ പ്രതീകവുമാണ്. ആദ്യ ഇന്ത്യൻ നിർമ്മിത C295 വിമാനം 2026 സെപ്റ്റംബറിൽ പുറത്തിറങ്ങുമെന്നായിരുന്നു ആദ്യം കരുതപ്പെട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങളും ഔദ്യോഗിക വിവരങ്ങളും പദ്ധതിയുടെ പുരോഗതി പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണെന്ന് സൂചിപ്പിക്കുന്നു. ഇന്ത്യൻ വ്യോമസേന ഡെപ്യൂട്ടി ചീഫ് എയർ മാർഷൽ അവധേഷ് കുമാർ ഭാരതി വഡോദരയിലെ പ്ലാന്റ് സന്ദർശിച്ച് പുരോഗതി വിലയിരുത്തിയതും പരീക്ഷണ പറക്കലിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതും ഈ പദ്ധതിയുടെ വേഗത വ്യക്തമാക്കുന്നു. ലോക പ്രതിരോധ വ്യവസായത്തിൽ ഇന്ത്യയുടെ സ്ഥാനമുയർത്തുന്ന ഒരു നിർണായക നിമിഷമാണിത്. ഒരു കാലത്ത് ആയുധങ്ങൾക്കും വിമാനങ്ങൾക്കും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന രാജ്യം ഇന്ന് സ്വന്തം മണ്ണിൽ ആധുനിക സൈനിക വിമാനങ്ങൾ നിർമ്മിച്ച് വ്യോമസേനയ്ക്ക് കൈമാറുന്ന നിലയിലേക്ക് ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.